ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയ്ക്ക് തൊട്ടുമുമ്പ് ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിൽ വരാനിരിക്കുന്ന വമ്പൻ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ആരാധകരെല്ലാം ചർച്ച ചെയ്യുന്നത്. ആരും പ്രതീക്ഷിക്കാത്തൊരു നീക്കമാണ് ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ നടത്തിയിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ആരായിരിക്കും ഇന്ത്യയുടെ ഓപ്പണർമാർ എന്ന കാര്യത്തിൽ വലിയൊരു അനിശ്ചിതത്വവും അതോടൊപ്പം തന്നെ വലിയൊരു ആവേശവുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പരിശീലന സെഷനിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് മലയാളി താരം സഞ്ജു സാംസണും കൗമാരതാരം വൈഭവ് സൂര്യവംശിയുമായിരിക്കും ഇന്ത്യയ്ക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. ടീമിന്റെ പരിശീലനവേളയിൽ ഇരുവരും ഒരുമിച്ച് നെറ്റ്സിൽ ബാറ്റിംഗ് പ്രാക്ടീസ് നടത്തുന്നതും പിച്ചിൽ വളരെ ഗൌരവത്തോടെ സമയം ചെലവഴിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമായത്. ഗംഭീറും ടീം മാനേജ്മെന്റും ചേർന്ന് ഇത്തവണ എന്തോ വലിയൊരു പരീക്ഷണത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത് എന്നത് വ്യക്തമാണ്. നിലവിൽ ഓപ്പണിംഗ് സ്ഥാനത്ത് സ്ഥിരമായി കളിക്കാറുള്ള അഭിഷേക് ശർമ്മയ്ക്ക് ആദ്യ T20 മത്സരത്തിൽ വിശ്രമം നൽകിക്കൊണ്ട് പുതിയ താരങ്ങൾക്ക് അവസരം നൽകാനാണ് ടീം ഉദ്ദേശിക്കുന്നത്. വൈഭവ് സൂര്യവംശിയെപ്പോലെയുള്ള കൗമാരതാരങ്ങൾക്ക് ഇത്തരമൊരു വലിയ വേദിയിൽ അവസരം നൽകുന്നതിലൂടെ ഭാവിയിലേക്കുള്ള യുവനിരയെ വാർത്തെടുക്കാനാണ് ഗംഭീർ ലക്ഷ്യമിടുന്നത്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗ് റോളിൽ തിളങ്ങാൻ ലഭിക്കുന്ന മികച്ചൊരു അവസരം കൂടിയാണിത്. കഴിഞ്ഞ കുറെ കാലമായി സഞ്ജുവിനെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ അവസരം നൽകണമെന്നോ ഉള്ള മുറവിളികൾ ആരാധകർക്കിടയിൽ ശക്തമായിരുന്നു. സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലിയും വൈഭവ് സൂര്യവംശിയുടെ യുവത്വവും ഇംഗ്ലണ്ട് ബൌളർമാർക്ക് വലിയ തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പരിശീലന സെഷനിൽ കണ്ടത് വെറും പരീക്ഷണം മാത്രമാണോ അതോ ഗംഭീർ ഉറപ്പിച്ച തീരുമാനമാണോ എന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. എന്തായാലും പരിശീലന വീഡിയോ വൈറലായതോടെ ഈ പുതിയ ജോഡിയെ കാണാനുള്ള വലിയൊരു ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. ഇംഗ്ലണ്ടിനെ പോലൊരു കരുത്തരായ ടീമിനെതിരെ ഇത്തരമൊരു പരീക്ഷണം നടത്തുന്നത് ഇന്ത്യയുടെ വലിയൊരു ആത്മവിശ്വാസമാണ് കാണിക്കുന്നത്. അഭിഷേക് ശർമ്മയ്ക്കും ജയ്സ്വാളിനും പകരക്കാരായി സഞ്ജുവും വൈഭവും ഇറങ്ങുമ്പോൾ ടീമിന് ലഭിക്കുന്ന ബാലൻസ് വളരെ വലുതായിരിക്കും. സഞ്ജു സാംസണിന്റെ അനുഭവസമ്പത്തും വൈഭവ് സൂര്യവംശിയുടെ അഗ്രസീവായ ബാറ്റിംഗ് ശൈലിയും ചേരുമ്പോൾ T20യിലെ പവർ പ്ലേ ഓവറുകളിൽ ഇന്ത്യയ്ക്ക് വലിയ സ്കോർ കണ്ടെത്താൻ എളുപ്പമാകും. ഈ നീക്കത്തിന് പിന്നിൽ ഗംഭീറിന്റെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെന്ന് വേണം കരുതാൻ. വൈഭവിനെ പോലെയുള്ള ഒരു താരത്തെ ടീമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗംഭീർ ഉന്നമിടുന്നത് ഇന്ത്യയുടെ ഭാവി തന്നെയാണ്. സഞ്ജുവിന് ഓപ്പണിംഗ് സ്ഥാനത്ത് കളിക്കാൻ അവസരം ലഭിച്ചാൽ അത് അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയൊരു മാറ്റത്തിനു വഴിയൊരുക്കും. സ്ഥിരമായി ഈ ജോഡി തന്നെ തുടരുമോ അതോ അഭിഷേക് ശർമ്മ തിരിച്ചെത്തുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നത് ആദ്യ T20 മത്സരത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. എന്തായാലും വരാനിരിക്കുന്ന പരമ്പരയിൽ ഈ പുതിയ കോമ്പിനേഷൻ ഇന്ത്യൻ ടീമിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ടീമിലെ ഈ മാറ്റം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഏതു വിധേനയും ഇംഗ്ലണ്ടിനെതിരെ പരമ്പര സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗംഭീർ ഇത്തരത്തിൽ കരുക്കൾ നീക്കുന്നത്. എന്തായാലും ആദ്യ മത്സരത്തിലെ ടോസ് വീഴുമ്പോൾ മാത്രമേ ആരായിരിക്കും ഓപ്പണിംഗ് ഇറങ്ങുക എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകുകയുള്ളൂ എങ്കിലും പരിശീലന വീഡിയോ നൽകുന്ന സൂചനകൾ വളരെ വ്യക്തമാണ്. വരാനിരിക്കുന്നത് തീപാറുന്ന പോരാട്ടങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. T20യിലെ പുതിയ മാറ്റങ്ങളെയും ടീം കോമ്പിനേഷനുകളെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൂടി താഴെ കമന്റ് ചെയ്യുക. സഞ്ജുവും വൈഭവും ചേർന്ന് ഇംഗ്ലണ്ട് ബൌളർമാരെ അടിച്ചൊതുക്കുമോ അതോ പഴയ ഓപ്പണർമാർ തന്നെ മടങ്ങിയെത്തുമോ? ഇന്ത്യയുടെ ഓപ്പണിംഗ് തന്ത്രം മാറുന്നതുവഴി ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കാൻ ഗംഭീറിന് കഴിയുമോ? ഇത്തരത്തിൽ പല ചോദ്യങ്ങളാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ഉയർന്നുവരുന്നത്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച T20 ടീമുകളിലൊന്നായ ഇംഗ്ലണ്ടിനെതിരെയുള്ള പോരാട്ടം ഇന്ത്യയ്ക്ക് അത്ര എളുപ്പമായിരിക്കില്ല. എന്നാൽ ടീമിലെ പുതിയ താരങ്ങളുടെ കടന്നുവരവ് കൂടുതൽ ഉന്മേഷം നൽകും. ഗംഭീർ ഒരുക്കുന്ന ഈ ടാക്ടിക്സ് വിജയകരമായാൽ അടുത്ത ലോകകപ്പിനുള്ള ടീമിനെ കണ്ടെത്താൻ ഇന്ത്യയ്ക്ക് എളുപ്പമാകും. സഞ്ജുവിന്റെ ബാറ്റിംഗിലെ ആ കൺസിസ്റ്റൻസിയും വൈഭവിന്റെ അഗ്രസീവായ പവർ ഹിറ്റിംഗും ചേരുമ്പോൾ ഇന്ത്യയുടെ സ്കോറിംഗ് വേഗത കുത്തനെ ഉയരുമെന്നതിൽ സംശയമില്ല. ആരാധകർ എപ്പോഴും ആഗ്രഹിക്കുന്നതുപോലെ ഒരു അഗ്രസീവ് ക്രിക്കറ്റ് തന്നെയാകും വരാനിരിക്കുന്ന T20 പരമ്പരയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സഞ്ജു സാംസൺ ഓപ്പണറായി ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ഗെയിം കളിക്കാൻ കഴിയുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതി പലപ്പോഴും ഉയരാറുണ്ട്. എങ്കിലും ഇത്തവണ ഗംഭീർ തന്നെ നേരിട്ട് പരിശീലനത്തിൽ അദ്ദേഹത്തെ ഓപ്പണറായി നിർത്തി പരീക്ഷണം നടത്തുമ്പോൾ വലിയ പ്രതീക്ഷകൾ തന്നെയാണുള്ളത്. കാത്തിരുന്നു കാണാം. വരാനിരിക്കുന്നത് ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം നൽകുന്ന വലിയൊരു T20 പരമ്പര തന്നെയായിരിക്കും. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ ഈ പുതിയ പരീക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.